വെൽക്കം ടു ഡൂൾസ് ഓൺലൈൻ സെഷൻ. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാർ, അതായത് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കുള്ള ഒരു ലേണിംഗ് സീരീസ് ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണോ അതോ ഇംഗ്ലീഷ് പഠിച്ച് സംസാരിക്കണോ എന്നുള്ളതാണ്. അതിന് എളുപ്പമായിട്ടുള്ള ആൻസർ ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എന്തെങ്കിലും ഇൻപുട്ടുകൾ, മിനിമം ഒരാളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അയാളുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എന്നാലല്ലേ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് കിട്ടാനുള്ള ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കൽ തന്നെയാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടേണ്ട കുറച്ച് ഇൻപുട്ടുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊരാളും അയാളുടെ ഏർലി സ്റ്റേജിൽ, കുഞ്ഞുനാളിൽ, ചെറുപ്പകാലത്ത് പഠിച്ച അല്ലെങ്കിൽ കേട്ട, മനസ്സിലാക്കിയ കുറേ വാക്കുകളുണ്ട്. കുറേ വാക്കുകൾ. ആ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇംഗ്ലീഷ് സംസാരം പഠിച്ചു തുടങ്ങാം. ശരിക്കും ആ വാക്കുകൾ നമ്മൾ എഴുതാനും വായിക്കാനും മാത്രമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്ത ഒരു മിസ്റ്റേക്ക്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാക്കുകളൊക്കെ പഠിപ്പിച്ചത്. പക്ഷേ ആ വാക്കുകൾ കുറേ നമ്മൾ എഴുതി, കുറേ നമ്മൾ വായിച്ചു, നമ്മുടെ സ്പെല്ലിങ്ങുകളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു, നമ്മുടെ എഴുത്ത് പഠിച്ചു എന്നല്ലാതെ ഒരു ഭാഷയിൽ വാക്കുകൾ പഠിക്കുന്നത് ആ ഭാഷ സംസാരിക്കാനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ പ്രാവർത്തികമാക്കിയില്ല, അല്ലെങ്കിൽ നമ്മളതിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരും ശ്രമിപ്പിച്ചില്ല. വോട്ടെവർ ഇറ്റ്, അതിൻ്റെ റീസൺ എന്തെന്നെ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ആ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. സോ ആ വാക്കുകളെ ഞാൻ ആക്ഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്ന് വിളിക്കാം. ആക്ഷൻ വേർഡ്സ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആക്ഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ആക്ഷൻ വേർഡ്സ് ആയിട്ട് ഞാൻ ആ വാക്കുകളെ പരിചയപ്പെടുത്തുകയാണ്. നോർമലി ആക്ഷൻ വേർഡ്സ് അല്ലാത്ത രീതിയിലും നമുക്ക് എന്തുണ്ട്, വാക്കുകളുണ്ട്. അത് പല പേരിലും നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ മറ്റു സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് നമ്മൾ പറയുന്നത് ഈ ആക്ഷൻ വേർഡ്സുകളാണ്. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള കുറേ ആക്ഷൻ വേർഡ്സ് ഉണ്ട്. അതായത് പ്രവൃത്തിനെ സൂചിപ്പിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനെ സൂചിപ്പിക്കുന്ന വേർഡ്സുകളാണ്. ഇപ്പോൾ പോകുക, അല്ലെങ്കിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ പോകുന്നു, അങ്ങനെ മലയാളീകരിക്കുമ്പോൾ പല രീതിയിലേക്കും അതിനെ മാറ്റാമെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ആ ആക്ഷൻ വേർഡ് ഗോ എന്നാണ്. GO, ഗോ, ഗോ. അതേപോലെ തന്നെ വരുക, അല്ലെങ്കിൽ വരാറുണ്ട്, വരുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന വേർഡാണ് കം. അപ്പോൾ ഈ രണ്ട് വേർഡും നമുക്ക് ആക്ഷൻ വേർഡ്സ് ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് നമ്മൾ പറഞ്ഞ ഗോ ആണ്, മറ്റൊന്ന് നമ്മൾ പറഞ്ഞ കം ആണ്. അപ്പോൾ ഗോ, അതേപോലെ തന്നെ കം. ഇതുപോലത്തെ കുറേ വേർഡ്സുകൾ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സുകൾ നമുക്കൊക്കെ അറിയാം. ഗോ പോലത്തെ, കമ്മ് പോലത്തെ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആക്ഷൻ വേർഡ്സുകൾ നമുക്കറിയാം. നമുക്ക് ഏതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ വാക്കുകൾ പറയാണ്ട്, കേൾക്കാണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഉപയോഗിക്കാണ്ട് ഒരു ദിവസം പോലും നമ്മൾ എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോകുന്നില്ല. എന്നിട്ട് പോലും ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോ ആണ്. വി ആർ നോട്ട് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് യൂസിങ് ദീസ് വേർഡ്സ്. ഓക്കെ, പക്ഷേ ഈ വേർഡ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാം. ഓക്കെ, അതിന് മുന്നേ ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ കുറച്ച് നമ്മുടെ കയ്യിലുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓപ്പൺ, ഓപ്പൺ, ഓപ്പൺ. നമുക്കറിയാലോ, തുറക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, തുറക്കുന്നു, തുറക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു വേർഡ് ഏതാണ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ക്ലോസ്, ക്ലോസ്, ക്ലോസ്. അപ്പോൾ ഓപ്പൺ, ക്ലോസ്. തുറക്കുക, അടക്കുക. അടക്കാറുണ്ട് എന്ന് പറയാം, അടയ്ക്കുന്നു എന്നൊക്കെ പറയാം. റൈറ്റ്. ഇതിന് മറ്റു ഒരുപാട് വേർഡ്സുകളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇതിന് മിനിമത്തിൽ നിന്ന് തുടങ്ങാം. കാരണം നമ്മൾ ബിഗിനേഴ്സാണ്, ഇംഗ്ലീഷ് ലേൺ ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കുള്ള സെഷൻ ആയതുകൊണ്ട് നമുക്ക് മിനിമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതുപോലെ തന്നെ വാക്ക്, വാക്ക്. നമ്മൾ നടക്കുക എന്ന് പറയുമ്പോൾ അതിനുപയോഗിക്കുന്ന വേർഡാണ് വാക്ക്. അറിയാം, W ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിയുടെ സൗണ്ടാണ് അവിടെ വരുന്നത്. വാക്ക്, വാക്ക്, WALK, വാക്ക്, നടക്കും. അപ്പോൾ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും മറ്റൊരു വേർഡാണ് റൺ, റൺ, റൺ. ഓടുക, ഓടാറുണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് റൺ. അതേപോലെ തന്നെ സ്റ്റാൻഡ്, സ്റ്റാൻഡ്.
സ്റ്റാൻഡ്, സ്റ്റാൻഡ്, നിൽക്കുക. ഓക്കെ, നിൽക്കാറുണ്ട്, സ്റ്റാൻഡ്. മറ്റൊരു വേർഡ് അതേ സാഹചര്യത്തിൽ നമ്മൾ ഉടൻ തന്നെ പറയുന്ന മറ്റൊരു വേർഡാണ് സിറ്റ്. സിറ്റ്, ഇരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇരിക്കാറുണ്ട്, ഇരിക്കുന്നു എന്നൊക്കെ പറയാം. ദെൻ ഇത്തിരിയും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഡ്രിങ്ക്. ഡ്രിങ്ക്, ഡ്രിങ്ക്, ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വേർഡ് കൂടെ അതിൻ്റെ കൂടെ തന്നെ വായിക്കാൻ പറ്റും, ഡ്രിങ്കിൻ്റെ കൂടെ തന്നെ വായിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡ് ഈറ്റ്. ഈറ്റ്. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന, എൻ്റെ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറഞ്ഞ എല്ലാ വാക്കുകളും വളരെ ഫെമിലിയർ ആയിട്ട്, വളരെ എളുപ്പത്തിൽ, വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഇതേപോലത്തെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, ഡെയിലി ലൈഫിൽ വരുന്ന ഇതുപോലത്തെ വാക്കുകൾ. വാഷ്, 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 WASH, വാഷ്. നമുക്കറിയാം വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡബ്ല്യുവിൻ്റെ സൗണ്ട് V ആയിട്ടാണ്, വാഷ്. ഡ്രൈ, 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 ഡ്രൈ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ദെൻ ഡ്രൈവ്, ഡ്രൈവ്, വാഹനമൊക്കെ ഓടിക്കുന്നതിന് നമ്മൾ ഡ്രൈവ് എന്ന് പറയും. എന്നാൽ അതേപോലെ തന്നെ റൈഡ് എന്നുള്ളൊരു വേർഡും കൂടെ ഉണ്ട്, റൈഡ്. ബൈക്കൊക്കെ നമ്മൾ റൈഡ് ചെയ്യാണ് ചെയ്യുക, കാറൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന വേർഡുകളാണ് റൈറ്റ്, റൈറ്റ്. ഇവിടെ W സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്, റൈറ്റ്. ദെൻ റീഡ്, റീഡ്, എഴുതുക, എഴുതാറുണ്ട് എന്നുള്ളതിന്, വായിക്കുക, വായിക്കാറുണ്ട് എന്നുള്ളതിന്. ദെൻ ഇങ്ങനെ പോയിട്ട് നമ്മൾ എണീക്കുക, അതുപോലെ ഉണരുക, ഉണരുക, എണീക്കുക. ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണരാറുണ്ട്, ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പിൽ നിന്ന് കണ്ണൊക്കെ തുറക്കുക, ആ ഒരു അവസ്ഥ തന്നെയാണ്. സ്ലീപ്പിങ് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് ഉണരുക. അത് വെയ്ക്കപ്പ് എന്നാണ് പറയുക, വെയ്ക്കപ്പ്, വെയ്ക്ക് അല്ലെങ്കിൽ വെയ്ക്കപ്പ്. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു വേർഡ് കൂടെ ഉണ്ട്, ഗെറ്റ് അപ്പ്. നമ്മുടെ ബെഡിൽ നിന്നിട്ട് എണീറ്റ് പോരുന്നതിന് ഗെറ്റ് അപ്പ് എന്നാണ് പറയുക, എണീക്കുക, ഗെറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു വേർഡ് കൂടെ പറയാൻ പറ്റും, സ്ലീപ്പ്, സ്ലീപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്, നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സ്പീക്കിംഗ് മോഡിലേക്ക് മാറ്റുക? ഒരു റീഡിങ് റൈറ്റിംഗ് മോഡിൽ നിന്ന് ഒരു സ്പീക്കിംഗ് മോഡിലേക്ക് ഇതിനൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡിൽ എഴുതിയിട്ടുണ്ട്, ഒരു സെഷൻ എഴുതിയിട്ടുണ്ട്, ആക്ഷൻ ഫസ്റ്റ്. ഈ പറഞ്ഞ ഒക്കെ ആക്ഷൻ വേർഡുകളാണ്. ഈ ആക്ഷൻ വേർഡ് ഫസ്റ്റ് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞത് ഗോ എന്നാണ്, ഗോ ദേർ, ഗോ ദേർ. ദേർ എന്ന് പറഞ്ഞാൽ THERE, ദേർ. അതിൽ ടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹിയർ എന്ന് പറയാം. അപ്പോൾ ദേർ ആൻഡ് ഹിയർ, അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ എന്നുള്ള അർത്ഥത്തിലാണ് ദേർ പറയാം, ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹിയർ പറയാം. അപ്പോൾ ഗോ ദേർ, ഗോ ദേർ, ഗോ ദേർ, ഗോ ദേർ, അങ്ങോട്ട് പോ. അതൊരു കമാൻഡാണ്. നമ്മളൊരാളോട് ആജ്ഞാപിക്കുന്നതിനെയാണ് നമ്മൾ കമാൻഡ് എന്ന് പറയുന്നത്. കമാൻഡാണ്. കമൻറ്റ് ഉണ്ട്, കമൻറ്റ് ഉണ്ട്, കമാൻഡ് ഉണ്ട്. ഇത് നമ്മൾ കമാൻഡ് ചെയ്യാണ്, ഒരാളോട് ആജ്ഞാപിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയാണ്. ഗോ ദേർ, ഗോ ദേർ. അതുപോലെ തന്നെ കം ഹിയർ, കം ഹിയർ, കം ഹിയർ. ഈ കമാൻഡിൻ്റെ ഒരു റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആക്ഷൻ വേർഡ് ഉണ്ടായിരിക്കണം. ആ ആക്ഷൻ വേർഡിൻ്റെ പൊസിഷൻ ഷുഡ് ബി ഫസ്റ്റ്. ഫസ്റ്റ് പൊസിഷനിൽ ആക്ഷൻ വേർഡ് പറയുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വിചാരിക്കും ഗോ ദേർ, കം ഹിയർ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അങ്ങനത്തെ റൂള്, തെറ്റിപ്പോവോ? സത്യത്തിൽ തെറ്റിപ്പോവുന്നില്ല. തുടക്കത്തിൽ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കമൻറ്റുകൾ പറയുമ്പോൾ തെറ്റിപ്പോകുന്നു. പക്ഷെ കുറച്ചും കൂടി നമ്മളൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആക്ഷൻ ഫസ്റ്റ് പറയണം എന്നുള്ള റൂള് പറയുന്നത്. അതായത് ഇവിടെ 2 വേർഡുകൾ വന്നിട്ടുണ്ട്,
കം അതുപോലെ തന്നെ ഹിയർ, കം ഉണ്ട് ഹിയർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മലയാളീകരിക്കുമ്പോൾ ദോശയൊക്കെ മറിച്ചിടുന്ന പോലെ അപ്പാടി അങ്ങ് മറിച്ചിടുമ്പോൾ കം ഹിയർ എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്നുള്ളതിന് ഇങ്ങോട്ടല്ലേ ആദ്യം വന്നിട്ടുള്ള മലയാളത്തിൽ, ഇങ്ങോട്ട്, അത് ഹിയർ അല്ലേ, ഹിയർ. വരൂ എന്നുള്ളതിന് കമ്മല്ല, അപ്പോൾ ഹിയർ കം എന്ന് പറയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളൊക്കെ അവർ സൈഡിൽ നിന്ന് വരും. കാരണം നമ്മൾ നമ്മുടെ ലേണിംഗ് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കേട്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്, അതുകൊണ്ടാണ് അതൊക്കെ ടച്ച് ചെയ്ത് പോകുന്നത്. അറിയുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇതൊരു ചിലപ്പം ഒരു ഫണ്ണായിരിക്കാം. ബട്ട് അറിയാത്ത ആളുകൾ, പഠിച്ചു തുടങ്ങുന്ന ആളുകൾ, സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഹിയർ കം എന്ന് പറയില്ല, പകരം അവർ ചെയ്തിക്കുന്നതാണ് മലയാളത്തിന് അതേപടി എന്ത് ചെയ്തിക്കാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തിക്കാണ്. ഇങ്ങോട്ട് എന്നുള്ളതിന് ഹിയർ, വരൂ എന്നുള്ളതിന് കം, ഹിയർ കം. സോ അത് തെറ്റാണ്. കം ഹിയർ, അവിടെയാണ് ഈ ഒരു റൂളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇതിലുപയോഗിച്ച ഈ ഒരു കമാൻഡിൽ ഉപയോഗിച്ച ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പറയണം എന്നുള്ളതാണ്. അപ്പോൾ കം ഹിയർ, കം ഹിയർ. ഗോ ദേർ എന്നുള്ളതിന് അങ്ങോട്ട് പോ എന്നുള്ളതിന് ദേർ എന്നാണ് ആദ്യം വരുന്നത്, അങ്ങോട്ട് എന്നുള്ളതാണ് മലയാളത്തിൽ ആദ്യം വരുന്നത്. പോകൂ എന്ന് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ദേർ ഗോ എന്ന് പറഞ്ഞുകൂടെ, പറ്റില്ല. അവിടെ എന്ത് പറയണം, ഗോ ദേർ. അതതിൻ്റെ റൂളാണ്. കമാൻഡിൽ നമ്മൾ ആക്ഷൻ ആദ്യം പറയുക, ഗോ ദേർ, ഗോ ദേർ. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പാണ് മനസ്സിലാക്കിയത്. നമുക്ക് ഇതുപോലത്തെ ഓരോ ആക്ഷനെയും, ഇനിയിപ്പോൾ ഒരാളോട് പറയാണ് സിറ്റ് ഹിയർ, സിറ്റ് ഹിയർ, ഓർ സിറ്റ് ഡൗൺ ഹിയർ, sit here, stand up, stand, then open the door, open the door, close the window, close the window, wash my clothes, wash my clothes, drive this car, drive this car, then ride your bike, ride your bike, then wake up early, wake up early, then sleep early, sleep early, then drink slowly, drink slowly, then eat fast, eat fast. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ കമൻറ്റ് പറയുമ്പോൾ ഈ ആക്ഷൻ വേർഡ്സ് അല്ലാത്ത കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കുകളും കൂടെ വരുമ്പോഴാണ് ആ കമാൻഡ് കംപ്ലീറ്റ് ആവുക. നമുക്കാണെങ്കിൽ ഗോ ഗോ എന്നൊക്കെ പഠിച്ചാൽ തന്നെ തുടക്കക്കാർക്ക് അത് പറയാൻ പറ്റും, ഗോ ഗോ ഇങ്ങനെ ആക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതിന് കുറേ വലിയൊരു ശതമാനം നമ്മുടെ ആക്ഷൻസും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ കേട്ടാൾ എന്ത് ചെയ്തോണ്ട് പൊക്കോളൂ. പക്ഷെ കം കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൊണ്ട് വന്നോളൂ. ബട്ട് ഇത്തിരിയും കൂടെ ക്ലാരിറ്റിയോട് കൂടെ സംസാരിക്കുമ്പോൾ കം ഹിയർ, സിറ്റ് ഹിയർ, ഗോ ദേർ, ഓപ്പൺ ദ ഡോർ, ദെൻ ക്ലോസ് ദിസ് വിൻഡോ ഓർ ക്ലോസ് ദ വിൻഡോ. ഈ രീതിയിൽ പറയുമ്പോൾ ആളുകൾ ഇത്തിരിയും കൂടെ അത് ക്ലാരിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ദെൻ sleep early or wake up early, then eat slowly, drink fast. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമാൻഡുകൾ പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ കമാൻഡിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആക്ഷൻസ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കമാൻഡുകൾ പറയുമ്പോൾ ആൻഡ് എന്നുള്ളൊരു ബ്രിഡ്ജ് ഉപയോഗിക്കണം. ദാറ്റ് ഈസ് വി സേ ആൻഡ് ബ്രിഡ്ജ്. അതായത് 2 കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഗോ, പോ എന്ന് പറയും, പിന്നെ സ്റ്റഡി എന്ന് പറയും. ഗോ സ്റ്റഡി, പോയി പഠിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ പോകുക എന്നുള്ളൊരു വേർഡ് ഗോ വന്നു, പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി വന്നു. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി കമാൻഡ് ചെയ്യുമ്പോൾ ആൻഡ് എന്നുള്ളൊരു ബ്രിഡ്ജ്, ഈ 2 ലാൻഡിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് എന്നുള്ള ബ്രിഡ്ജ് ഉപയോഗിക്കും. അതാണ് ആൻഡ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. 2 കമാൻഡുകൾ, സിംഗിൾ കമാൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആൻഡ് ബ്രിഡ്ജ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, ആൻഡ് ബ്രിഡ്ജ്. സോ നമുക്ക് പറയാം കമാൻഡ് ഗോ ആൻഡ് സ്റ്റഡി, ഗോ ആൻഡ് സ്റ്റഡി, ദെൻ കമാൻഡ് സ്റ്റാർട്ട്. അതായത് എന്താണോ നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ, ആ സാഹചര്യത്തിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന, ആ സാഹചര്യത്തിന് ആപ്റ്റായിട്ട് വരുന്ന, ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് വരുന്ന 2 വ്യത്യസ്തമായിട്ടുള്ള കമാൻഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജ് ചെയ്യുന്നു. കമാൻഡ് സ്റ്റഡി എന്ന് പറയും, go and start your work, go and start your work, then switch off and close the window, switch off your laptop or switch off your mobile phone and close the window. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ സിംഗിൾ കമാൻഡിൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് എന്നുള്ളൊരു ബ്രിഡ്ജാണ്. ദെൻ ഡോണ്ട് കമാൻഡ്. ഈ ഡോണ്ട് കമാൻഡ് വളരെ സിമ്പിളാണ്. ഇതിന് മറ്റൊരു
കാര്യം കൂടെ പറയാൻ പറ്റും. ഡോൺ കമാൻഡിനെ നമുക്ക് നെഗറ്റീവ് കമാൻഡ് എന്നും കൂടെ പറയാം. ഒരു നെഗറ്റീവ് കമാൻഡാണ്. അതായത് മലയാളത്തിൽ അരുത്, ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ടേക്ക് ദ ബുക്ക്. ടേക്ക് ദ ബുക്ക്. ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ പറയും ടേക്ക് ദ ബുക്ക്. അല്ലെങ്കിൽ ഓപ്പൺ ദ ബാഗ്. ഓപ്പൺ ദ ബാഗ്. അല്ലെങ്കിൽ ടേക്ക് ദ ബുക്ക്, ഓപ്പൺ ദ ബാഗ്, ഡ്രോ ദ പിക്ചർ, അല്ലെങ്കിൽ ഡ്രിങ്ക് ദ വാട്ടർ എന്നൊക്കെ പറയാം. പക്ഷേ അരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോണ്ട്, ഈ നെഗറ്റീവ് കമാൻഡാണ്. അത് വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ കമാൻഡിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഡോണ്ടിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ബാഗ് തുറക്കരുത്. ഡോണ്ട്. ഡോണ്ട് ഓപ്പൺ ദ ബാഗ്. ഡോണ്ട് ഓപ്പൺ ദ ബാഗ്. പോകരുത്, അല്ലെങ്കിൽ നടക്കരുത്, അല്ലെങ്കിൽ ഓടരുത്, അല്ലെങ്കിൽ അനങ്ങരുത്, നീങ്ങരുത് എന്നൊക്കെ പറയില്ലേ. ഡോണ്ട് ഗോ, പോകരുത്. ഡോണ്ട് ഗോ. അല്ലെങ്കിൽ ഡോണ്ട് മൂവ്, ഡോണ്ട് റൺ, ഡോണ്ട് കം, വരരുത്. ഡോണ്ട് ടച്ച് മീ, ഡോണ്ട് ടച്ച് മീ. ദെൻ ഡോണ്ട് യൂസ് ഇറ്റ്, ഡോണ്ട് യൂസ് ഇറ്റ്. ഡോണ്ട് സ്റ്റാൻഡ് ഹിയർ, ഡോണ്ട് സ്റ്റാൻഡ് ഹിയർ. ഓർ ഡോണ്ട് സ്പീക്ക് ഹിയർ, ഡോണ്ട് സ്പീക്ക് ഹിയർ. ദെൻ ഡോണ്ട് ഓപ്പൺ ദ ഡോർ. Don't switch off the light. Don't switch on the fan. ഈ ഡോണ്ട് വെച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവ് കമാൻഡാണ്. മലയാളീകരിക്കുമ്പോൾ നമുക്ക് അരുത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. അരുത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ കമാൻഡ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബിഗിനേഴ്സിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ സാധാരണഗതി നമുക്ക് കുറച്ച് എന്ത് വേണം, കുറച്ച് ടിപ്സുകൾ വേണം, കുറച്ച് പോയിന്റ്സുകൾ വേണം. എന്ത് സംസാരിക്കും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ്. ഒന്നും അറിയാത്ത ആൾ എന്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒന്നും അറിയാത്ത ആളുകൾ നമ്മൾ ലിറ്ററലി അങ്ങനെ പറയുമെങ്കിലും അങ്ങനത്തെ ആളുകൾക്കും കുറച്ചൊക്കെ അറിയാൻ പറ്റും. അവർ സംസാരിക്കാൻ ഒന്നും അറിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നോളജിൽ ഒന്നും അറിയില്ല എന്നല്ല. അവർക്ക് ഒരുപാട് നോളജ് അറിയാം, ലോകവിവരങ്ങൾ അറിയാം, വാക്കുകൾ അറിയാം, ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അറിയുന്ന കൂട്ടത്തിലുള്ളതാണ് ആക്ഷൻസ്, അതായത് വേർഡ്സുകൾ, ആക്ഷൻ വേർഡ്സുകൾ. ഞാൻ ആക്ഷൻ വേർഡ്സ് തന്നെ പറയുന്നത് കാരണം ഇപ്പോൾ ചെയർ ഒരു വേർഡാണ്, അല്ലെങ്കിൽ മൊബൈൽ ഒരു വേർഡാണ്, ബോർഡ്, മാർക്കർ, ഇതൊക്കെ വേർഡുകളാണ്. പക്ഷേ ആക്ഷൻ വേർഡ് നമ്മൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇങ്ങനത്തെ വാക്കുകൾ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ എണീറ്റിട്ട് ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ആക്ഷൻ വേർഡ്സുകൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് 100% അറിയാം. അതിൽ അറിയാത്ത കുറച്ച് കൗണ്ടബിൾ, വിരലിൽ എണ്ണാവുന്ന ചില വാക്കുകൾ ചിലപ്പോൾ എന്ത് അറിയുണ്ടാവില്ല. ബാക്കി എല്ലാം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അറിയുന്ന ആ വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമാൻഡിൽ ഉപയോഗിക്കാൻ പറ്റും. കമാൻഡിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആക്ഷൻ എന്നിവിടെ വരണം, ഫസ്റ്റിൽ വരണം. കാരണം ഈ കമാൻഡിൽ നമ്മൾ ഉപയോഗിച്ച കുറച്ച് ടൈൽ വേർഡ്സുകളുണ്ട്. ടൈൽ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ വേർഡ്സിന് ശേഷം വരുന്നത്. ഫോർ എക്സാമ്പിൾ ദേർ നമ്മൾ ഉപയോഗിച്ചു, ഹിയർ ഉപയോഗിച്ചു, ദെൻ ഫാസ്റ്റ് ഉപയോഗിച്ചു, ഏർലി, EARLY, ഏർലി ഉപയോഗിച്ചു, ദെൻ സ്ലോലി ഉപയോഗിച്ചു, അതായത് പതുക്കെ, നേരത്തെ, വേഗത്തിൽ, ഇവിടെ, അവിടെ, ഇതുപോലത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ഇതൊക്കെ നമുക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വാക്കുകൾ വരുമ്പോൾ അവിടെ വരുന്ന ആക്ഷൻ ഫസ്റ്റ് ഉപയോഗിക്കണം, പിന്നെ വാക്കുകൾ ഉപയോഗിക്കണം. കാരണം മലയാളത്തിൽ അത് നേരെ തിരിച്ചിട്ടാണ് സംഭവിക്കാറ്. പക്ഷേ ഇംഗ്ലീഷിലാകുമ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ല. പക്ഷേ ഇംഗ്ലീഷിൽ പലപ്പോഴും ആക്ഷൻ ഫസ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കമാൻഡ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളോടായിരിക്കും, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടായിരിക്കും. അവരോടാണ് നമ്മൾ കമാൻഡ് പറയാം. അല്ലാതെ പുറത്ത് പോയിട്ട് നമ്മൾ വല്ലാണ്ട് എന്ത് ചെയ്യാറില്ല, ആൾക്കാരോട് കമാൻഡ് പറയാം. അപ്പോൾ ആ പറയുന്ന നമ്മുടെ ഇൻ ഹൗസ് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് 100% കമാൻഡ്സുകൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ മാറ്റാം. കമാൻഡ്സുകൾ 100% നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മളൊരാളോട് കമൻറ്റ് ചെയ്യുക, അത് 100% മാറ്റാൻ പറ്റി തന്നെ നമുക്ക് എൻ്റെ ആ ഏരിയ ഐ കുഡ് കൺവേർട്ട്, ദെൻ നൗ ഐ ആം ഏബിൾ ടു സ്പീക്ക് മൈ കമാൻഡ്സ് ഇൻ ഇംഗ്ലീഷ്. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. സോ ഇറ്റ് ഈസ് വെരി പവർഫുൾ തോട്ട്. ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇംഗ്ലീഷിനെ കൊണ്ടുവരാൻ പറ്റും. ദെൻ അവിടെ തന്നെ ആൻഡ് ബ്രിഡ്ജ് വരുന്നുണ്ട്. നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ കമാൻഡുകൾ വരുമ്പോൾ നമ്മൾ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യും. അതാണ് ആൻഡ് ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് ടെയിൽ വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്.
the, here, fast, early, slowly. സോ നമ്മളൊരു കമാൻഡ് പറയുമ്പോൾ ഈ ആക്ഷൻ വേർഡ്സിൽ മാത്രമല്ല പറയുക, ആക്ഷൻ വേർഡ്സിൻ്റെ കൂടെ ആ ഒരു സിറ്റുവേഷനെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത്തിരി കൂടെ മീനിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ടെയിൽ വേർഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആ ടെയിൽ വേർഡ് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആക്ഷൻ ഫസ്റ്റ് വരുന്നത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കം ഹിയർ, കം ഹിയർ, ഗോ ദർ, അവിടെ നമ്മൾ ഉപയോഗിച്ച ഹിയർ ദ, അതുപോലെ വേക്കപ്പ് ഏർലി, ദെൻ ഗോ ഫാസ്റ്റ്, കം ഫാസ്റ്റ്. ഈ ടെയിൽ വേർഡുകൾ വരുന്നത് കാരണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കമാൻഡിലെ ആക്ഷൻ ഫസ്റ്റ് ഉപയോഗിക്കണം, ടെയിൽ വേർഡുകൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ഉപയോഗിക്കുക എന്ന രീതിയിൽ പറയുന്നത്. ദെൻ മറ്റു പ്രധാനപ്പെട്ട സംഭവം ആൻഡ് ബ്രിഡ്ജ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആൻഡ് ബ്രിഡ്ജ് ഒന്നിൽ കൂടുതൽ ആക്ഷൻ വരുന്ന കമാൻഡുകൾ ഉണ്ടായിരിക്കും. ഈ ഒന്നിൽ കൂടുതൽ ആക്ഷൻ വരുന്ന കമാൻഡിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ദെൻ ലാസ്റ്റ് വി ഡിസ്കസ്ഡ് ഡോണ്ട് കമാൻഡ്, അതായത് നെഗറ്റീവ് കമാൻഡ്, അരുത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അരുത് എന്നുള്ള അർത്ഥത്തിൽ. സോ അത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോണ്ട് എന്നുള്ള ഒരു വേർഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ കമാൻഡിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കും. ഡോണ്ട് ഗോ ദർ, ഡോണ്ട് കം ഹിയർ, ഡോണ്ട് വെയിറ്റ് ഹിയർ, ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ഡോണ്ട് ക്ലോസ് ദ വിൻഡോ ഓർ ഡോണ്ട് ടോക്ക്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ നെഗറ്റീവ് കമാൻഡ് പറയാറുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഒരു മോർണിംഗ് മുതൽ അല്ലെങ്കിൽ നൈറ്റ് വരെ അല്ലെങ്കിൽ വേക്കപ്പ് മുതൽ സ്ലിപ്പ് വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആക്ഷൻ വേർഡ്സുകളുണ്ട്. ഈ ആക്ഷൻ വേർഡ്സുകളൊക്കെ പലപ്പോഴും കമാൻഡുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്, നെഗറ്റീവ് കമാൻഡുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്ത് പോയിട്ട് വല്ലാണ്ട് എന്ത് ചെയ്യാറില്ല, കമൻറ്റുകൾ ചെയ്യാറില്ല. കമാൻഡ് നമ്മൾ കൂടുതലും നമ്മുടെ താഴെ വരുന്ന ആൾക്കാരോടാണ് ചെയ്യുക, വീട്ടിലെ കുട്ടികളോട്, ബാക്കി നമ്മുടെ താഴെ വരുന്ന ആൾക്കാരോട് നമ്മൾ കൂടുതലും കമാൻഡ് ചെയ്യാറുണ്ട്. അതായത് ഇൻ ഹൗസ് കമ്മ്യൂണിക്കേഷനിലാണ് കൂടുതലും നമ്മൾ ഈ കമാൻഡുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കമാൻഡുകൾ ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റും. സോ അപ്പം നമുക്കൊരു ഇത്തിരി കൂടെ ഒരു പവർ കിട്ടും. യെസ്, നൗ ഐ ആം ഏബിൾ ടു കമാൻഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് എനിക്ക് എൻ്റേതായിട്ടുള്ള, ഞാനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷിൽ കമാൻഡ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ് പവർ ആസ് എ സ്പീക്കർ, ആസ് എ കമ്മ്യൂണിക്കേറ്റർ, ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആളെന്ന നിലക്ക് ഇത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരിക. സോ ബി എ പവർഫുൾ ഇംഗ്ലീഷ് സ്പീക്കർ. എനിവേ, ടേക്ക് കെയർ. നമുക്ക് ഡൂളിൻ്റെ നെക്സ്റ്റ് ഓൺലൈൻ സെഷനിൽ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നത് വരെ, അതിൻ്റെ കൺഫ്യൂഷനൊക്കെ തീർക്കുന്നത് വരെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇനി ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.